സമൂഹത്തെ ആകെ പിടിച്ചുകുലുക്കിയ ദീപകിന്റെ ആത്മഹത്യാ കേസിൽ പ്രതിയായ ഷിംജിത മുന്നോട്ട് വെച്ച വാദങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിലൂടെ തള്ളപ്പെട്ടിരിക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിച്ച CCTV ദൃശ്യങ്ങളിൽ അസ്വാഭാവികമോ സംശയകരമോ ആയ ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നതും വ്യക്തമായിട്ടുണ്ട്. തെളിവുകൾ പുറത്തുവന്നു കഴിഞ്ഞ ഈ ഘട്ടത്തിൽ ദീപകിന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളിലെ ഉത്തരവാദിത്വം നിയമപരമായി പരിശോധിക്കപ്പെടണം എന്നതിൽ സംശയമില്ല. നീതി ദീപകിന് ലഭിക്കണം, അതാണ് ഈ കേസിന്റെ കേന്ദ്രബിന്ദു. എന്നാൽ ഈ കേസിനെ ആധാരമാക്കി സമൂഹമൊട്ടാകെ സ്ത്രീകളെ ലക്ഷ്യമാക്കി നടക്കുന്ന വിദ്വേഷ പരാമർശങ്ങളും സൈബർ ആക്രമണങ്ങളും അതിലേറെ ഭീതിജനകമാണ്. ഷിംജിത പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്കെതിരായ പ്രതികരണങ്ങളിൽ പലരുടെയും മുഖ്യ അജണ്ട ദീപകിനോടുള്ള ഐക്യദാർഢ്യമല്ല, മറിച്ച് സ്ത്രീകളെ പൊതുവായി കുറ്റവാളികളാക്കുന്ന ഒരു മനോഭാവമാണ്. നാളെ മറ്റൊരു സ്ത്രീ ലൈംഗികാതിക്രമണ പരാതി ഉന്നയിച്ചാൽ അത് യഥാർത്ഥവും ഗുരുതരവുമാകുമ്പോഴും ഈ കേസിനെ ചൂണ്ടിക്കാട്ടി അവളെയും സൈബർ ബുള്ളിങ്ങിനും സ്ലട്ട് ഷെയ്മിങ്ങിനും വിധേയയാക്കുമെന്ന ഭീഷണി ഇന്നു തന്നെ വ്യക്തമാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും ശിക്ഷിക്കപ്പെടണം. നിയമം ജെൻഡർ ന്യൂട്രൽ ആണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ദൃശ്യമായിരിക്കുന്നത് വിവിധ കേസുകളിൽ പുരുഷ പ്രിവിലേജുകൾ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അടിഞ്ഞുകൂടിയ രോഷം സ്ത്രീകൾക്കെതിരായ കൂട്ട ആക്രമണമായി മാറുന്നതാണ്. 2025 നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം മണിക്കൂറിൽ കുറഞ്ഞത് 2 സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം എന്ന യാഥാർത്ഥ്യം ഈ ചർച്ചകളിൽ ഉദ്ദേശപൂർവ്വം മറക്കപ്പെടുന്നു. പ്രശസ്ത നടിയെ ഓടിക്കൊണ്ടിരുന്ന കാറിൽ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവം പെട്ടെന്നുണ്ടായ വികാരത്തിന്റെ ഫലം എന്ന തരത്തിൽ പോലും ന്യായീകരിക്കപ്പെട്ട നാടാണ് കേരളം. അതേ കേരളത്തിലാണ് ഒറ്റപ്പെട്ട ഒരു സംഭവത്തിന്റെ പേരിൽ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ ലൈംഗികാതിക്രമ പരാതികളെയും സംശയത്തോടെ കാണണമെന്ന് ആവശ്യപ്പെടുന്ന അപകടകരമായ വാദങ്ങൾ ഉയരുന്നത്. ബസ്സുകളിൽ സ്ത്രീകളെ അപമാനിക്കുന്നവരെ വരെ സമൂഹം മഹത്വവൽക്കരിക്കുന്ന സാഹചര്യമുണ്ട്. അതിലും ഭീകരമായി വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്ന് വരെ ആഹ്വാനം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ദീപകിന്റെ നീതി ആവശ്യപ്പെടുന്നത് അനിവാര്യമാണ്. പക്ഷേ ആ നീതിയുടെ പേരിൽ സ്ത്രീകളെ പൊതുവായി കുറ്റവാളികളാക്കി മാറ്റുന്നതും ലൈംഗികാതിക്രമങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നതും സമൂഹത്തെ കൂടുതൽ അന്ധകാരത്തിലേക്ക് നയിക്കും. നിയമം കോടതികളിൽ തന്നെ ജോലി ചെയ്യും. സമൂഹത്തിന്റെ ഉത്തരവാദിത്വം അതിനപ്പുറമാണ്. നീതിക്കൊപ്പം മനുഷ്യത്വവും വിമർശനത്തോടൊപ്പം ഉത്തരവാദിത്വവും നിലനിർത്തുക. ഇല്ലെങ്കിൽ നീതി തേടുന്ന ഓരോ ശബ്ദവും നാളെ ഈ കൂട്ടക്കൊലവിളികളുടെ ഇരയായിത്തീരും. ന്യൂസ് ഡെസ്ക് ZECO ന്യൂസ്.